ഈ കയ്യിൽ സ്ട്രോങ് ആണെന്ന് നമ്മളെ പറയും. ഞാൻ നമ്മൾ ഒന്ന് സ്പിരിറ്റ് ആക്കിയാൽ മാത്രമാണ്. നമ്മൾ ഏറ്റെടുക്കുക, അതാണ് കഴിച്ചു ഏറ്റെടുക്കുക. അതറി അങ്ങനെയാണെങ്കിൽ ഒരു സ്ട്രോങ്, ഇവർക്ക് ഓർത്ത് പറയാൻ പറ്റുന്ന ഒരു സ്ട്രോങ്. ഞാൻ ഇവിടെ ഇപ്പൊ എന്റെ മുന്നിൽ ഒരു സംഭവം ഓർമ്മ വരികയാണ്. അതിവിടെ പറഞ്ഞിട്ട് തുടങ്ങാൻ വെച്ചാൽ, ഒരു വീട്ടിൽ ഒരു ദിവസം രാവിലെ ഒരു യാചകം വരികയാണ്. 11 മണിക്ക് യാചകം വന്നപ്പോൾ ആ ഉദാരമതിയായ വീട്ടമ്മ കുറെ ധാന്യം കെട്ടെടുത്തിട്ട് പാത്രത്തിൽ ഇട്ട് കൊടുക്കുക. അപ്പോഴാണ് കാണുന്ന അവരെ മുഖം, തേജസ്സുള്ള മുഖം. അപ്പൊ അവരോട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അവർ ലോകകാര്യങ്ങളൊക്കെ അറിയാവുന്ന ഒരു വ്യക്തിയെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അങ്ങനെ എനിക്ക് ഉപദേശങ്ങൾ പലതും തരുമെന്ന്. അപ്പൊ ആ യാചകം പറയാണ്, ഇന്ന് സമയമില്ല, നാളെ 11 മണിക്കാണ്, പക്ഷെ എനിക്ക് നല്ല പായസം ഉണ്ടാക്കി വെക്കണം. ആ അമ്മ കാത്തിരിക്കുകയാണ്, പാൽപ്പായസം ഉണ്ടാക്കി വെച്ച് കാത്തിരിക്കുകയാണ്. അപ്പൊ 11 മണിക്കാണ് യാചകം വരുന്നത്. അപ്പൊ യാചകം പറയുകയാണ്, എന്തായാലും പായസം കഴിച്ചിട്ട് തുടങ്ങാം. തന്റെ പാത്രം എടുത്ത് കാണിച്ചു. അപ്പൊ ആ അമ്മ നോക്കുമ്പോ കരിപുരണ്ട് ചളി നിറഞ്ഞ പാത്രം. അമ്മ ഒഴിച്ചില്ല. അപ്പൊ യാചകം പറയും, വീട് ഒഴിച്ചോളൂ, ശുദ്ധമായ പായസമാണല്ലോ, ഒഴിച്ചോളൂ. ഞാൻ ഒഴിക്കില്ല, ഇത് എങ്ങനെ കഴിക്കാൻ പറ്റും? കരിഞ്ഞ് ചളി നിറഞ്ഞ ഈ പാത്രം ഞാൻ ഒഴിക്കില്ല. നിശബ്ദനായ ആ യാചകം പറയുകയാണ്, ഭക്ഷണം വിശുദ്ധമായതുകൊണ്ട് മാത്രം കാര്യമില്ല, ഒഴിക്കുന്ന പാത്രവും ശുദ്ധമായിരിക്കണം. ഞാൻ നിങ്ങൾക്ക് എന്ത് ഉപദേശം തന്നിട്ട് കാര്യമില്ല. പുകഞ്ഞാണെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ അത് ഉൾക്കൊള്ളണമെന്നില്ല. ആദ്യം മനസ്സ് ശുദ്ധമാക്കണം. നിങ്ങളോട് ഞാനത് പറയാണ്, ഒരടി മനസ്സ് നിറഞ്ഞിരിക്കണം. ആ തുടക്കം ഇത് തന്നെയാണ്. ഇതുവരെ എന്തെന്നും നോക്കണം. ഉള്ളു നന്നെങ്കിൽ ഉൾക്കൊള്ളുന്നെല്ലാം നന്നതായിരിക്കും. ഉള്ളു മോശമായാൽ ഉൾക്കൊള്ളുന്നതിലെല്ലാം മോശം കണ്ടെത്താൻ കഴിയും. അതുകൊണ്ട് ഈ പ്രോഗ്രാമിൽ ചില ആൾ കുറവാണല്ലോ, കയ്യടി കുറവാണല്ലോ. ആദ്യം തന്നെ ചാലിസാർ വിളിച്ചപ്പോൾ ഒരുപാട് ആൾ കയറിയില്ലല്ലോ. അതൊക്കെ കേട്ടാനുള്ള ഒരു അവസരമായി ഹൃദയത്തെ മാറ്റിയെടുക്കണം. രക്തം പമ്പ് ചെയ്യുന്ന ഒരു അവയവം മാത്രമല്ല, നിങ്ങളുടെ ഏർപ്പാടുകളൊക്കെ കുടികൊള്ളാൻ ഹൃദയത്തിന് കഴിയും. അതോടെ ആ ഒരു തുടക്കമാവട്ടെ. നല്ല എന്നെ അറിയാത്തവരായിരുന്നു, എന്നാൽ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്താം. ഒരു ബാങ്ക് ജീവനക്കാരനായിരുന്നു, ഒപ്പം അധ്യാപക മേഖലയിലുണ്ടായിരുന്നു. മാഷെന്ന് വിളിക്കുക. ചില ആൾ ബാങ്കിലെ മാഷെന്ന് വിളിച്ചു. നിർത്തിയിട്ട് 10 കൊല്ലമായി, പക്ഷെ ഇപ്പോൾ മാഷെന്ന് വിളിക്കും. ഞാൻ പറഞ്ഞേ, ചില പേര് അങ്ങനെയാണ്, വന്നാൽ നമ്മളെ കൊണ്ടുവരും. ചില പേര് വരാതിരിക്കാൻ ശ്രദ്ധിക്കുന്നതാണ്. അപ്പൊ അയ്യോ തണുപ്പായിരുന്നു വയനാട് എന്ന് പറയുന്നത്. അവിടുത്തെ ആളുകൾ ഒട്ടുക്കത്തെ ചൂടാന്ന് പറഞ്ഞു. പറയിപ്പിച്ചതാണ്. ഒരു പ്രോഗ്രാം നമ്മളിവിടെ വയ്ക്കും. പൊളിച്ചടക്കിയ ആളുകൾ പുറത്തു നിന്ന് കേൾക്കുന്ന വിധത്തിൽ ഈ ഹാളിനെ മാറ്റിമറിക്കാനുള്ള ഹൃദയത്തുടിപ്പ് നമ്മൾ ഉണ്ടാക്കണം. അവിടെ അങ്ങനെ ഞാൻ ഈ ബാങ്കിൽ നിൽക്കുമ്പോൾ ഒരു വ്യക്തി വന്ന് എനിക്ക് ബിസിനസ് പരിചയപ്പെടുകയാണ്. ഭയങ്കരമായിട്ട് ഈ നെറ്റ്വർക്കിന്റെ കാലഘട്ടമാണുള്ളൂ, പ്രോഡക്റ്റ് സൂപ്പറാണ്. ഞാൻ ആയിക്കോട്ടെ, എനിക്ക് സമയമില്ല. അല്ലാതെ നിങ്ങൾ ഇനി വരുന്ന കാലഘട്ടം അറിയുമോ? നെറ്റ്വർക്കിന്റെ കാലമാണ്. ആയിക്കോട്ടെ, എനിക്ക് സമയം. 6-7 തവണ വന്ന് അദ്ദേഹം പോകുമ്പോഴൊക്കെ ബാങ്കിന് മുന്നിൽ കൂടി ഈരോട് വരുമ്പോൾ തന്നാണ്. അതിലാണ് വരേണ്ട ഒരു ആവശ്യമില്ല. പിന്നെ ഇതൊക്കെ നമ്മുടെ പ്രശ്നമൊക്കെ പിന്നെ വൈകി നമുക്ക് കാര്യമൊക്കെ വന്നു. അപ്പൊ അവസാനം ഞാൻ ചോദിച്ചു, ഈ 2-10 അതാണ് പറയുന്നുണ്ടോ, ഈ 2-10 കിട്ടുമോ? കിട്ടിയാൽ ആഴ്ച ഇരിക്കുമ്പോഴല്ലേ. പക്ഷെ അദ്ദേഹത്തിന്റെ സംസാരം കേട്ടപ്പോ 17 ലക്ഷം പ്രേക്ഷിതാൽ ആഴ്ചക്ക് 2-10, മാസത്തിൽ 4 ആഴ്ച 8,40,000 കിട്ടും. ഇയാളോട് ഇത് കിട്ടുന്നുണ്ടോ ആരും ചോദിക്കില്ല. ഇന്നലെ കിട്ടിക്കുന്നു. ഞാനത് ചോദിച്ചു, സാറിന് എന്ത് കിട്ടി? എന്നോട് ആരും ചോദിച്ചു, കോഴിക്കോട് ജില്ലയിൽ എത്ര 2-10? ഇതുവരെ ആരും കിട്ടിയില്ല. കണ്ണൂർ മലപ്പുറത്ത് ഇതുവരെ കിട്ടിയില്ലേ? വയനാട് അവിടെ കിട്ടിയില്ല. ഓ, അപ്പൊ ആർക്ക് കിട്ടാത്ത പണിയാണോ? അവസാനം ഞാൻ ചോദിച്ചു, ധൈര്യം ചോദിച്ചു, നിങ്ങൾക്ക് എത്തിരി? അന്നൊരു ചിരിയാണ്. എനിക്ക് കിട്ടുമല്ലോ, ഒരു ഉണ്ടേ കിട്ടില്ല. നമ്മളാണ് എന്താ പറയാ, നീ വന്നിട്ട് വേണം എനിക്ക്. അയാൾ മാഷെ, ഉത്തരേന്ത്യയിൽ ആരൊക്കെ 2-10 വാങ്ങി തുടങ്ങിയിട്ടുണ്ട്? ആരെങ്കിലും ഒരാൾ ഇതിലൂടെ 2-10 വാങ്ങിയാൽ ഞാൻ പോകണം. ഞാൻ അത്യാവശ്യക്കാരനാണ്. ഒരു മേഖലയിൽ ഒരാൾ വിജയിച്ച ആ മേഖലയിൽ മറ്റെല്ലാവർക്കും വിജയിക്കാം. വിജയിച്ച അവരെടുത്ത പണിയെടുത്താൽ മതി, മണി കൂടാതെ.
പിന്നെ എന്നെ ചോദിച്ചാൽ മാഷെ കൂടെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 2 വാങ്ങിച്ചു. എന്റെ പേര് MS പ്രസാദ് ആണെങ്കിൽ വാങ്ങിച്ചിരിക്കും. അന്ന് പ്രോഡക്റ്റിന്റെ ഒരു കഷ്ണം പോലും ഞാൻ കണ്ടില്ല. മലയാളത്തിൽ അച്ചടിച്ചൊരു പേപ്പറില്ല. ഔട്ട്ലെറ്റ് കാണിക്കാൻ കേരളത്തിൽ പൊടി പോലും ഇല്ല. 10,000 രൂപ വാങ്ങി ഒരു പടപ്പിന് കാണില്ല. ആ വർത്താനം ഇതാ ഞാൻ പറഞ്ഞ ഹൃദയം രക്തം പമ്പ് ചെയ്യുന്ന അവയവം മാത്രമല്ല, നമ്മൾ ഉൾത്തുടുപ്പിലെ പുറത്തറിയിക്കുന്ന സാധനങ്ങൾ അതിലറിഞ്ഞടിക്കണം കഴിയും, അതിലറിഞ്ഞ് കൊടുക്കണം. ഞാൻ പറയുന്നത് എക്സൈറ്റ്മെന്റോടെ ഫ്രഷ് മൈൻഡോടെ കൊടുക്കാൻ പറ്റില്ല. കൊടുക്കുന്നത് കൊടുക്കുക ഫ്രഷ് മൈൻഡോടെ. ഓൺലി ഇഷ്ടം റെസ്പെക്ടം. കരുത്തുള്ളവരെ മാത്രമേ കരുത്തുള്ളവർ ഇറങ്ങിയിരിക്കും. ഈ കരുത്ത് കണ്ടപ്പോൾ പ്രോഡക്റ്റ് എന്തായിരുന്നു ഇയാളോട് നിന്നിട്ട് കാര്യം. കാരണം എന്താ, സോപ്പ് വെയിറ്റ് ഹെയർ ഓയിൽ വെയിറ്റ് ഇതൊക്കെ എൻ്റെ വീട്ടിൽ വാങ്ങുന്നത്. ഇവിടെ നല്ല കടയിൽ നിന്ന് വാങ്ങണം. ഞാൻ എൻ്റെ വീട്ടിൽ 3 മാസം കഴിഞ്ഞ് സാധനം കാണാൻ ഉണ്ടാവില്ല. പിന്നെ ഞാൻ ഇത് ടെൻഷൻ അടിക്കാൻ ഉപയോഗിച്ച് കഴിയും. കിട്ടുമെങ്കിൽ ഒരു ഐഡിയ കിട്ടുന്നത് കിട്ടണേ. ഞാൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ പിന്നെ വിളിയോടുകൂടി അതുവരെയുള്ള വെറ്റും ബുക്കൊന്നുമില്ല, വിളിയോട് വിളിയല്ല. ഞാൻ 11 സ്റ്റാഫിനും ബാങ്കിൽ അങ്ങ് നിരത്തി പറയാൻ തുടങ്ങി. പ്രസാദൊന്നും കാത്തില്ല. 2 വന്ന് കിട്ടും. എല്ലാവരും എന്നെ അനുഗ്രഹിച്ചു. നിങ്ങൾ വാങ്ങിക്കോളൂ, ഞങ്ങൾക്ക് സമ്മതം. പ്രൊഡക്റ്റൊക്കെ പോകാൻ പറ്റില്ല. പ്രൊഡക്റ്റ് എൻ്റെ സീനിയർ സ്റ്റാഫ് സോപ്പ് എല്ലാം വാങ്ങി. ഞാനൊരു സീനിയർ സ്റ്റാഫ് വരുമ്പോൾ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഞാൻ മുഖമൊക്കെ തുടുത്തിട്ടുണ്ടല്ലോ സോപ്പ് ഉപയോഗിച്ചിട്ട്. അപ്പോൾ ആ മുഖം കറക്കും. അല്ലെങ്കിൽ എൻ്റെ മുഖത്തിന് എന്തെങ്കിലും കുഴപ്പം വേണ്ടായിരുന്നു ഞാൻ വിചാരിച്ചു. അന്നൊരു കാര്യം എനിക്ക് പറഞ്ഞത്, എത്ര റിസൾട്ട് ഉണ്ടായാലും മലയാളി നിറഞ്ഞ മനസ്സോടെ അംഗീകരിക്കില്ല. ഈ ഒരു സോപ്പ് കൂടി തന്നെ അവരംഗീകാരത്തിന് കാത്തിരിക്കലല്ല നമ്മുടെ പണി, അവരെ കൊണ്ട് ഉപയോഗപ്പെടുത്തലാണ്. അതുകൊണ്ട് ആശീർവാദത്തിന് കാത്തിരിക്കലല്ല, ചെയ്യണമെന്ന് ബോധ്യം ചെയ്യും. 1000, 500, 2000 കിട്ടി തുടങ്ങി. അപ്പോഴാണ് ഒരു തായ്ലൻഡ് ട്രിപ്പ് വരുന്നത്. അപ്പൊ 500, 1000 കിട്ടുമ്പോൾ പ്രസാദം ഞാൻ ഒരിക്കലും വിളിച്ചത്, മാഷെ ഇങ്ങനെ പ്രസാദേ ഈ എപ്പോഴും 0 മാർക്ക് കിട്ടുന്ന ഒരു കുട്ടിക്ക് ഇടയ്ക്കൊക്കെ ഒരു 100 കിട്ടണ്ടേ, ഈ തായ്ലൻഡ് ട്രിപ്പ് നമ്മളൊന്ന് പൊടിക്കാം, ശ്രമിക്കാം. അങ്ങനെ മേപ്പേർ ടൗണിൽ എൻ്റെ വീട്ടിൽ നിന്ന് 10 മിനിറ്റ് യാത്ര, 8 മിനിറ്റ് യാത്രയുണ്ട്. അവിടെ ഒരു റൂം എടുത്ത് ചെറിയ പൈസക്കാണ്, 3ാമത്തെ നിലയിലാണ്. ഞങ്ങൾക്ക് ഇപ്പോൾ ഓർമ്മയുണ്ട്, ഞങ്ങൾ പിന്നെ ഒരിക്കൽ അവിടെ പോയി സഞ്ചരിച്ചിട്ടുണ്ട്. ചെറിയ പൈസയ്ക്ക് ചുറ്റുവട്ടത്തും തൊഴിലാളികളും അതുപോലെ പിന്നെ JCBയുടെ പണിക്കാരും ഒക്കെ പണിയെടുക്കും. അവിടെ നിന്ന് ഞങ്ങൾ തുടങ്ങി തായ്ലൻഡ് ട്രിപ്പിന് വേണ്ടി ഓടിത്തുടങ്ങി. വീട്ടിന് ചുറ്റുവട്ടത്ത് വർക്ക് കൊടുത്തപ്പോഴും വീട്ടുകാരില്ല, ഒരു തപസ് പോലെ കടക്കുന്നത് വരെ. പക്ഷേ കേരളത്തിൽ ആദ്യത്തെ തായ്ലൻഡ് ട്രെയിനറായി പ്രസാദോടൊപ്പം ഞാനും വിജയിച്ചിട്ടുണ്ട്. അപ്പോഴാണ് ഞാൻ പറഞ്ഞ മക്കളെ, എൻ്റെ തുടക്കം ഗംഭീരായിരുന്നു, ഒടുക്കാത്തി ഗംഭീരാണ്. അവിടെ നിങ്ങൾ എന്തൊക്കെ ആയിത്തീരാൻ ആഗ്രഹിച്ചുവോ അതായിത്തീരാൻ ഇനിയും വൈകിട്ടില്ല. മനസ്സിലുള്ള ഈ വികാരങ്ങളെ മാറ്റി. ഇത് എപ്പോഴും ഒരു തേനീച്ച ചുറ്റി പോലെ പോകാം. ഒന്ന് തിരിച്ചൂടെ? 10,000 മേച്ച് ചെയ്താൽ 1,500 കിട്ടും, 1 ലക്ഷം മേച്ച് ചെയ്താൽ 12,000 കിട്ടും, 14 ലക്ഷം മേച്ച് ചെയ്താൽ 2,000 കിട്ടും. പറഞ്ഞു കൊടുക്കുമ്പോൾ അവൻ ചോദിക്കും, ഇതൊക്കെ കിട്ടിക്കോട്ടെ, നിനക്കൊന്ന് ചിരിച്ചൂടെ? ഒന്ന് ചിരിച്ചോണ്ട് കൊടുത്താൽ ഒരു എക്സൈറ്റ്മെന്റോട് കൊടുത്താൽ നമ്മുടെ പ്രശ്നം ഇതാണ്. ഒടുക്കത്തെ കമ്പനി, സൂപ്പർ പ്രോഡക്റ്റ്. നമ്മളെ കളിയാക്കിയാൽ തന്നെ കമ്പനികൾ ഉണ്ടായിരുന്നു. ഇപ്പൊ അവർ പറയാ മൈലേജിന്റെ 2 കുറഞ്ഞെങ്കിലും നമുക്ക് ഉണ്ടായാൽ മതിയേ. എല്ലാം പറഞ്ഞോണ്ടിരിക്കുക, കിടക്കയും മറ്റൊക്കെ മടക്കി വെച്ച് പറയാൻ തുടങ്ങി. നമുക്കിതൊക്കെ ഉണ്ട്. ഇതൊക്കെ കൊടുക്കുന്ന മനസ്സ് യുദ്ധമല്ലെങ്കിലോ നല്ലത് കൊടുക്കുമ്പോഴും നല്ല മനസ്സോട് കൊടുക്കാൻ തയ്യാറാണ്. ഇന്ന് മുതൽ നിങ്ങൾ ഈ വർഷത്തെ പുതുമയുള്ള ഒരു മുഖമാക്കി, ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മുഖമാക്കി വന്നാൽ റെഡി. വീട്ടിലേ ദുഃഖം ഉറങ്ങ എണീക്കുമ്പോൾ കൊടുക്കാനാണ്. എന്തിനാണെന്നറിയില്ല. കളിക്കും ഒരു കുട്ടിയോട് പോലും 40 വയസ്സുള്ള ചെറിയോട് ആളുകളോട് പറയുമ്പോഴേ പറയുന്നത് ഒന്നും ചിരിപ്പിക്കില്ല. നീ എന്താ ഒളിപ്പിക്കുന്നത്? ആരോട് 2 വയസ്സുള്ള കുട്ടിയോട്. വീട്ടിൽ നിന്ന് അങ്ങനെ ആയിക്കോട്ടെ, വീട്ടിൽ നിന്ന് ഇറങ്ങുമെങ്കിൽ ഒന്ന് ചിരിക്കാമോ? തിരിച്ചു പോകുമ്പോൾ വീണ്ടും കട്ടണം, പിന്നെ അത് കുഴപ്പമില്ല. അതുകൊണ്ട് ചിരിക്കാനുള്ള, ചിരിച്ചാൽ നമ്മൾ മരിക്കും, കരഞ്ഞാൽ മരിക്കും. ഇത് നമ്മൾ പിടിക്കാൻ തീരുമാനിക്കുന്നുണ്ടെങ്കിൽ ടോട്ടലി മാറണം. കാരണം ടാങ്കിലുള്ളത് പൈപ്പിൽ വരും. ടാങ്കിൽ നിറയ്ക്കാൻ ആവേശമുള്ള ചിന്തകൾ ഉണ്ടാക്കണം. ഈ വർഷം 2025 ഡിസംബർ നമ്മൾ കീഴടക്കുന്ന ചിന്തകളാണ്. അങ്ങനെ ഞാൻ ഇറങ്ങി തുടങ്ങി. തായ്ലൻഡ് പറഞ്ഞ ചുറ്റുവട്ടത്ത് വർക്ക് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഒരുത്തൻ, ഞാൻ വീട്ടിൽ ഹോം മീറ്റിംഗ് കഴിഞ്ഞ് തായ്ലൻഡാണ് എൻ്റെ ലക്ഷ്യം എന്നൊക്കെ പറയാൻ തുടങ്ങി. അന്ന് നമ്മുടെ മനസ്സിൽ ഉറക്കത്തും തായ്ലൻഡേ പറയും. അപ്പൊ അയാൾ പറയും തായ്ലൻഡ് പോയിട്ടുണ്ട് കാര്യം. ഞാൻ തന്നെ ഞെട്ടി. 6 ആൾ എന്നെ ഇങ്ങനെ നോക്കുക, ഞാൻ ഇവരെ നോക്കി ഇയാളെ. തായ്ലൻഡ് പോയാൽ നിന്റെ വീട് പണി നടക്കും, നിന്റെ തറയവിടെ കിടക്കുമല്ലേ? ഞാൻ മുടിയില്ല. നിന്റെ കുട്ടികളെ പഠിപ്പിക്കാൻ പറ്റും. തായ്ലൻഡ്
പറഞ്ഞുകൊണ്ട് മേപ്പയിൽ പഞ്ചായത്തിൽ ആരും ഇതുവരെ ഓടിയിട്ടില്ല. അവർ പണത്തിന് വേണ്ടി ഓടും. ഞാനൊന്നും പറഞ്ഞില്ല. ഇതിൽ എണ്ണി എണ്ണി പറയാനുള്ള അവസരം നിങ്ങൾക്ക് വിജയത്തിന്റെ ഭാഗത്തിൽ കിട്ടും, ഉറപ്പ്. ഏറ്റവും നല്ല പ്രതികാരം, ഏറ്റവും നല്ല വിജയം മാത്രം. ഞാൻ വിജയിച്ച് മേഖല നോക്കി പോകുമ്പോൾ മലയാളം പറയാൻ തുടങ്ങി. മേഖല നോക്കി പോകുന്നുണ്ട് താരണ്ടെന്ന് പറയുന്നത് ചിലപ്പോൾ മലപ്പുറത്ത് പോവുകയായിരിക്കും. എല്ലാവരും വിശ്വസിപ്പിക്കേണ്ടില്ല, കൂടെയുള്ളവർ വിശ്വസിപ്പിച്ചാൽ മതി. അവർ ഞാൻ പോകുന്ന ഇന്നിടത്താണെന്നും ഇന്ന സ്ഥലത്താണെന്നൊക്കെ എൻ്റെ കൂടെ നാട്ടുകാരെ മുഴുവൻ ബോധ്യപ്പെടുത്താൻ നടന്നാൽ ഈ ഹൃദയം നിങ്ങളെ ഫംഗ്ഷൻ എടുക്കൂല. അങ്ങനെ തിരിച്ചു വന്നു 36,600 രൂപ ആഴ്ച വരുമാനമായി. അതുകൊണ്ട് പണിയെടുക്കാൻ തുടങ്ങി. ബാങ്കിൽ നിന്ന് ഇറങ്ങി 2016 ഓഗസ്റ്റ് 26 വെള്ളിയാഴ്ച കോശിച്ചപ്പോൾ കോഴിക്കോട് പ്രദേശത്ത് കരുത്തുറ്റ നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞു. സീലിംഗ് എച്ചിയോറായി. 2016 ഓഗസ്റ്റ് 26 സീലിംഗ് എച്ചിയോറായി. ഞാൻ വാങ്ങുന്നതിന്റെ വാട്ട നിങ്ങൾക്ക് വാങ്ങിച്ചിരുന്നു പറഞ്ഞ വ്യക്തി അതേ വെള്ളിയാഴ്ച എനിക്ക് 210 വാങ്ങിച്ച് തന്നിട്ട് അതേ വെള്ളിയാഴ്ച അദ്ദേഹവും 210 വാങ്ങി വാങ്ങാൻ. ഇതാണ് നിരാശപ്പെടാൻ ഒരുപാട് കാരണമുണ്ട്. ചിരിക്കുന്നവരൊക്കെ ദുഃഖിക്കാൻ കാരണമില്ലാത്തവരല്ല. ചിരിക്കുന്നവരെല്ലാവരും ദുഃഖിക്കാൻ കാരണമില്ലാത്തവരല്ല. വെറുതെ ദുഃഖിച്ച് ജീവിതം നശിപ്പിച്ചിട്ട് എന്താണ് എന്ന തിരിച്ചറിവാണ് അവർ ഉന്മേഷവതികളാക്കുന്നത്. അതുകൊണ്ട് മനസ്സറിഞ്ഞ് ചിരിക്കാൻ കഴിയാണ്. വെറുതെ ചിരിച്ചു കഴിഞ്ഞു എന്നിട്ട് ചിരിച്ചൂടത്. റോഡ് മുന്നൊക്കെ ചിരിച്ചെടുക്കേണ്ട പറ്റിയെന്ന് പറയും. 10 കൊല്ലം മുമ്പ് പോയ സുഹൃത്ത് തിരിച്ചു വരുമ്പോഴും നീ എപ്പോ വന്നു ഒന്നും നടന്നു എപ്പോ വന്നാൽ ഒന്നും പറയില്ല. അവൻ വിചാരിക്കും വരണ്ടായിരുന്നു. അതുകൊണ്ട് മക്കളെ മനസ്സിൽ നിറയെ സന്തോഷം നിറയ്ക്കുക. ഉന്മേഷമുള്ള ആളുകൾക്ക് മാത്രമേ കൂടുതൽ ടീമിനെ ബിൽഡ് ചെയ്യാൻ പറ്റൂ. ആദ്യം നമ്മൾ എക്സൈറ്റ്മെന്റ് ഉണ്ടാക്കാൻ റെഡി. അങ്ങനെ തായ്ലൻഡ് പോകാൻ ഞാൻ ഒരുങ്ങി. കമ്പനിയിലെല്ലാം പാസ്പോർട്ടും കൊടുത്തു. പിന്നെ എയർപോർട്ടിലെത്തിയപ്പോൾ ഈ പാസ്പോർട്ട് ഒരു പ്ലാസ്റ്റിക്കിന്റെ മഞ്ഞ ബാഗിൽ കയറിട്ട് എനിക്ക് വിസയും കാര്യമൊക്കെ എടുത്തു തന്നു. ഫ്ലൈറ്റിൽ കയറി നമ്മളതിനെ ബെൽറ്റ് ഇടാൻ പറഞ്ഞു. ബെൽറ്റിട്ട് കുറെ കഴിഞ്ഞപ്പോൾ ബെൽറ്റിന് ഇയാളുടെ മുന്നിൽ വന്ന് സുന്ദരി വന്നു. ഞാൻ ബിസിനസ്സാ പറയുന്നത്, സുന്ദരി എന്ത് പറഞ്ഞു എന്നല്ല പറയുന്നത്. അപ്പൊ അവർ കുറെ നിർദ്ദേശങ്ങൾ അതിലുണ്ട്. അഥവാ ഫ്ലൈറ്റിൽ എന്തെങ്കിലും പറ്റിയാൽ ഡോറ് ഇന്ന സ്ഥലത്തൊക്കെ ഉണ്ട്, സിഗ്നൽ തന്നാൽ നിങ്ങൾ പുറത്തേക്ക് ചാടണം. ഞാൻ അടുത്തോട് പറഞ്ഞു ഞാൻ താലന്റാണോ കൊണ്ടുവന്ന് പേടിയായി. കുറെ നോളി എത്തിയപ്പോൾ അയാൾ പറഞ്ഞു ഇത് എപ്പോഴും പറയും അങ്ങനെ ചാടേണ്ടി വരില്ല. മേലെ ക്ലൗഡിന്റെ മേലേക്ക് നിങ്ങൾ റിലീസ് ചെയ്തോളൂ, ഈ ബെറ്റർ വേണമെന്നില്ല. കുറെ കഴിഞ്ഞപ്പോൾ സ്വർണ്ണഭൂമി എന്ന് പറയുന്ന ഏറ്റവും മാതൃകയുള്ള മനോഹരമായിട്ടുള്ള തായ്ലൻഡിലെ മനോഹരമായിട്ടുള്ള എയർപോർട്ടിൽ ചെന്നിറങ്ങി. പിന്നെയാണ് അവിടെ മനോഹരമായ കാഴ്ചകൾ കാണുന്നത്. എൻ്റെ ആദ്യത്തെ ട്രിപ്പായിരുന്നു. ആദ്യമായി പാസ്പോർട്ട് എടുത്ത് ആ ഫ്ലൈറ്റിൽ കയറി ഇറങ്ങുമ്പോൾ അവിടെ വ്യത്യസ്ത പ്രദേശമാണ്. നേരത്തെ ബോബി സാറിന്റെ പറഞ്ഞില്ലേ, പുൽച്ചാടിയെ 4 വറുത്തിട്ട് കോലുമ കുത്തി വെക്കും. ഇത് കാണാനാ പറഞ്ഞ് തിന്നാനല്ല. പല്ലി ഉണ്ടാവും, കൂറയുണ്ടാവും, എലി ഉണ്ടാവും. എലി മുതലേ വറുത്തും പൊരിച്ചും കറി വെച്ചും ഒക്കെ വെച്ചിട്ടുണ്ടാവും. ഇത് കാണാൻ പറ്റും. നമുക്ക് തിന്നാൻ ഇന്ത്യൻ കുക്ക് പോയി വെക്കുന്ന ഫുഡുണ്ട്, ധൈര്യത്തിൽ കഴിക്കാൻ. ഇത് കാണാൻ ഒരുപാട് അവസരമുണ്ട്. അവസരം മനോഹരമായിട്ട് ഉപയോഗപ്പെടുത്താൻ ഞാൻ ഒരിക്കൽ കൂടി പറയട്ടെ. ഇപ്പോൾ പലതവണ ഞാൻ തായ്ലൻഡിൽ പോയിട്ടുണ്ട്. കഴിഞ്ഞ മാസവും എൻ്റെ ടീമിനോടൊപ്പം ഒരു 8 ദിവസം പോയിട്ടുണ്ട്. ഒരു 10-15 തവണയെങ്കിലും എല്ലാ ഘട്ടവഴിയും ഓർത്ത് വെക്കാവുന്ന വിധത്തിൽ തായ്ലൻഡിൽ ഞാൻ പോകും. കാരണം ഏറ്റവും ഹൃദ്യമായ പ്രദേശമാണ് തായ്ലൻഡ്. ആ തായ്ലൻഡിന്റെ ഒരു വശ്യത എന്ന് പറഞ്ഞാൽ അത് കമ്പനിയോടൊപ്പം പോകണം. അതൊരു ട്രിപ്പാണ്. നിങ്ങളിപ്പം സീ ഫുഡ് എന്ന് പറഞ്ഞ് കഴിച്ചാൽ കൊഞ്ചൊക്കെ ഇങ്ങനെ കിടക്കുകയാണ് പിടിച്ചിട്ട് വാല് നേരെ ഇങ്ങനെയൊക്കെയാണ് കടിച്ച് തിന്നാം. സ്വന്തമായിട്ട് തിന്നാൽ പോക്കലുണ്ടാവില്ല. കമ്പനിയോടൊപ്പം തിന്നാം സീ ഫുഡ് കയറാം. ഞാനൊരു ഉച്ചക്കയറാൻ ഫുഡ് കഴിക്കാൻ നോക്കുന്നുണ്ടായിരുന്നു. ഒരു വലിയ ഇതിനെപ്പോലെ 4 വലിപ്പമുള്ള വലിയ ഫുഡ് നേരത്തെ വെച്ചിരുന്നു. കമ്പനി അന്ന് ഫുഡ് മേളയൊക്കെ നടത്തിയാണ് ഞാൻ വിചാരിച്ചത്. അപ്പൊ ഞാൻ പോയിട്ട് നോക്കുമ്പോൾ ഏതെല്ലാം രാജ്യത്ത് ഒരുപാട് സാധനങ്ങൾ നേരത്തെ വെക്കുക. ഞാനൊരു പാത്രത്തിൽ കുറച്ച് ഇലയും തണ്ടുവരും ഇങ്ങനെ തിന്നാൻ നിൽക്കുക. ഇപ്പൊ എൻ്റെ DTC അവന് ഫുഡ് എടുത്തിട്ടുണ്ട്. 2 ചപ്പാത്തി, 2 പൊറോട്ട, ചിക്കൻ കറി, മട്ടൻ ഇങ്ങനെ വെക്കുന്നു. എന്നോട് ചോദിക്കാം മാർക്ക് വായനന്റെ കുഴപ്പമില്ല. ഞങ്ങളാ തുടങ്ങിയിട്ടുള്ളൂ. തുടക്കം ഗംഭീരാണെന്നല്ലേ നാളെ പറഞ്ഞു. ഞാൻ എന്ത് ചെയ്തു വെച്ചാൽ ഞാനെല്ലാം കണ്ടത് ഞാൻ അടുത്ത അവസാനം ഓരോ തണ്ടുവെടുത്ത് ഒരു നാൾ നിന്ന് രണ്ടാമത്തെ തിന്നു. പക്ഷേ 6ാമത്തെ മേശയിൽ എത്തുമ്പോൾ ഇവൻ കരയാണ്. മോനെ വയറ് നിറഞ്ഞ്
കരയുന്ന ഒരു ജീവിയെ ഞാൻ എന്താ എന്തിന്റെ ഫുഡാണ് ഒരു സാധനം കഴിക്കാൻ പറ്റുന്നില്ല. എന്താ ഞാൻ പറഞ്ഞ വടകര ഗീതാവുന്ന കപ്പയും മത്തി കഴിക്കാനില്ല. വെറൈറ്റി ഫുഡിലൂടെ നോക്കിയിട്ടുണ്ട്. മൂന്നാമത്തെ ദിവസം ഇപ്പം പറയാം, മാഷെ ഞാൻ ഭക്ഷണം കഴിച്ച് പഠിച്ചു, ട്രിപ്പിന് പോകുമ്പോഴും കഴിച്ച് പഠിക്കണം, കരയേണ്ടി വരുന്നത്. അവർ ഇത്ര മനോഹരമായ കാഴ്ചകൾ ധൈര്യതയിൽ വേദനയിൽ ഇരിക്കുമ്പോൾ ഇടയ്ക്കൊക്കെ ഒരു യാത്രയും സഞ്ചാരവും വേണം. ഇത് ചില ആളുകളുടെ മാത്രം കുത്തകയല്ല, നമുക്കും അർഹതപ്പെട്ടതാണ്. അറിയേ അത് തയ്യാറെടുക്കുക, അല്ലാതെ വേറെ വഴിയില്ല. If you prepare well, then you will get confidence. നന്നായി തയ്യാറെടുത്തവർക്ക് ആത്മവിശ്വാസം ഉണ്ടാവും. നമ്മളൊക്കെ അന്ന് തുടങ്ങുമ്പോൾ വെറും 12 ആഴ്ചയെ തരാനുള്ളൂ, 12 ആഴ്ചകൾ മാത്രം. ഇത് എനിക്ക് തോന്നുന്നത് ലോകത്തിലെ ഒരു അത്ഭുതമാക്കി മാറ്റാൻ ഏറ്റവും കൂടുതൽ ആളുകൾ ചെയ്യാൻ വേണ്ടി ആദ്യം 16 ആഴ്ച അതിൽ 7 ആഴ്ച കഴിഞ്ഞു, 9 ആഴ്ച കഴിഞ്ഞു. ഇതെന്നെ മതി. ഇന്ന് തുടങ്ങിയ 4-5 ആഴ്ച കൊണ്ട് നിങ്ങൾ കേൾക്കണം. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ രക്തം പമ്പ് ചെയ്യുന്ന ഹൃദയം കൊണ്ട് തീരുമാനിക്കണം. എന്നാൽ ആയിക്കോട്ടെ എന്ന് വിചാരിച്ച കാര്യമില്ല, കയ്യടിക്കും. ഹൃദയം കൊണ്ട് തീരുമാനിച്ചാൽ സ്റ്റാർട്ട് ടുഡേ. വന്നതൊക്കെ ബോണസ്. നാളെ മുതൽ പ്ലാൻ ചെയ്താൽ പോലും 9 ആഴ്ച കൊണ്ട് നടക്കും. ഈ മാസം ഉൾക്കൊള്ളുന്ന ഫെബ്രുവരി 7 ക്ലോസിംഗ് ഡേറ്റ്, അതിലേക്ക് എത്ര വരും തീരുമാനിക്കാം. എല്ലാം മന്ത്രി ടേൺ ഓവർ എടുക്കണം, മന്ത്രി പർച്ചേസ് എടുക്കണം, ഇല്ലെങ്കിൽ പണി കിട്ടും. ബോബി സാറിന്റെ പണി മന്ത്രി അയച്ചിട്ടില്ല അല്ലേ, അന്നേരം കരയേണ്ടി വരും. കാൽപ്പറ്റില്ല, ഓരോ മാസം മന്ത്രി അയച്ച് കുറച്ച് കൂടുതൽ എടുത്ത് തരും. മനസ്സിലായല്ലോ? ഇവിടെ അങ്ങനെ ഫെബ്രുവരി 7 കഴിഞ്ഞാൽ മാർച്ച് 7, അപ്പൊ 8 ആഴ്ച എന്താണ്? 8 ഉം 1 ഉം 9 ആഴ്ച. 9 ആഴ്ചകൾ മാത്രമേ ഇനി ബാക്കി കിടക്കുന്നുള്ളൂ. പിന്നെ നെക്സത്തിന് ഇനിയും സമയമുണ്ടെന്നേ. ഫെബ്രുവരി 7, മാർച്ച് കഴിഞ്ഞ് ഏപ്രിൽ 4, മെയ് 2. ഇത്രയും സമയം നെക്സത്തിനുണ്ട്. ഈ താലന്റ് അടിക്കുന്നവർക്കൊക്കെ അവിടെ ആദരവ് കിട്ടും. അതിനാണ് അറ്റ്ലസ് സെന്ററിൽ അങ്കമാലിയിൽ 10,000-ഓളം ആളുകളെ വെച്ച് TC അബോവ് ലീഡേഴ്സിൽ വെച്ച് നിങ്ങളെ ആദരിക്കും. അവിടെയൊക്കെ തിളങ്ങാനുള്ള അവസരമാണ്. ഇന്നു മുതൽ അതിന് കഠിന പ്രയത്നം ചെയ്തേ മതിയാവും. എളുപ്പത്തിൽ നേടുന്നത് ദീർഘാൻ നിൽക്കില്ല. കഠിന പ്രയത്നം ചെയ്തേ മതിയാവും. അത് തയ്യാറെടുക്കുക. ഒരു വൃക്ഷത്തിന്റെ ജീവൻ എന്ന് പറഞ്ഞാൽ അതിന്റെ ചെളി പുരണ്ട വേരുകളാണ്, വർണ്ണാഭമായ പൂക്കളല്ല. നിങ്ങളെ കഠിന പ്രയത്നമാണ് നിങ്ങളുടെ വിജയത്തിന് ആധാരം. സ്റ്റാർട്ട് ടുഡേ. അതുകൊണ്ട് എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിച്ചു തുടങ്ങാൻ ഇന്നു മുതൽ നിങ്ങൾ തീരുമാനിക്കണം. അപ്പൊ നിങ്ങൾ ഓർക്കുന്നത്, അയ്യോ എനിക്ക് സങ്കടമാണല്ലോ, കഴിഞ്ഞ ആഴ്ച ഫീസ് അടച്ചിട്ടില്ല, ഈ ദുഃഖം പേര് നടക്കുന്നു. ഉള്ളു തകർന്ന് കരഞ്ഞവർക്ക് മനസ്സ് നിറഞ്ഞ് ചിരിക്കാൻ ഒരവസരം നമ്മളെ സർക്കാർ ഉറപ്പ്. അതൊരു ദിവസം നീട്ടിത്തരും. അതിന് കാത്തിരിക്കുകയല്ല, കഠിന പ്രയത്നം ചെയ്യുകയാണ്. അതിന് തുടക്കപ്പെടുന്ന ഒരു ദിവസമാകട്ടെ ഈ പ്രൊമോഷൻ ലീഗിൽ. റെഡി ആയിട്ടില്ല. അപ്പൊ ഞാൻ പറഞ്ഞു, ഇവരൊക്കെ ഓർമ്മ അവരൊരു തീരുമാനം എടുത്തിട്ടാണ് വയനാട് പോയെന്ന് തീരുമാനിക്കണം. അങ്ങനെയാണ് ഞാൻ സീലിംഗ് എടുത്തതിന് ശേഷം ഇറങ്ങി പ്രവർത്തിച്ചു. ITC ആയി, BMW എടുത്തു, കുറച്ച് പ്രോപ്പർട്ടി എടുത്തു. നമ്മളെ കുഴപ്പം ആളുകൾ പറഞ്ഞു തരും, ഓ ഇവന് വലിയ പൈസ കിട്ടുന്നതാണ്, ഇത് ബൈക്കിനാണല്ലോ, എൻ്റെ പൾസർ ബൈക്ക് മാറ്റി ഞാൻ കാണും. ഓ കാറെടുത്തിട്ട് എന്തായാലും വീടില്ലല്ലോ, തറവാടില്ല. അപ്പം ഞാൻ ഒരു വീടെടുത്തു. പിന്നെ പറയും, ഇവൻ കുറെ സ്ഥലമൊന്നുമായില്ല. അവരെ മുന്നിൽ തന്നെ ഞാൻ എൻ്റെ സ്ഥലം എടുത്തു. 3ാമത്തെ എടുത്തു. 4ാമത്തെ 1.5 കോടിയുടെ സ്ഥലം കഴിഞ്ഞ ഡിസംബർ മുമ്പ് ഞാൻ എടുത്തു. അത് വളരെ ഇനി അവരെന്താ പറയുന്നത് നോക്കി അതിൽ വേരിയുള്ള നമ്മൾ നിർത്തണം. നമ്മൾ ചിന്തിക്കണ്ട, ആളുകൾ പറഞ്ഞു മനസ്സിലല്ലോ. അവരെ വീട്ടിലെ കുഴപ്പം നോക്കാൻ നമുക്ക് സമയം ഉണ്ടാവില്ല, അതിന് സമയം ഉണ്ടാവില്ല. നിങ്ങൾ വിജയിച്ചേ കിട്ടും, വിജയിക്കേണ്ട അത്യാവശ്യം. അങ്ങനെ ഞാൻ മുമ്പ് പറഞ്ഞതൊക്കെ എണ്ണി മറുപടി കൊടുക്കാൻ തുടങ്ങി. ഒരു ദിവസം ഞാൻ BMW ആയിട്ട് പേപ്പറിലേക്ക് പോകുമ്പോൾ പണ്ട് തായ്ലൻഡിൽ പോയിട്ട് എന്ത് കാര്യം എന്ന് പറഞ്ഞ ചെറുപ്പക്കാരൻ നിൽക്കുന്ന റോഡ് സൈഡിൽ ഞാൻ ഫുൾ AC അവനെ കയറ്റി 12 മണി മെല്ലെ പോയി. എങ്ങനെയൊക്കെ ഉണ്ട്? ഞാൻ കുഴപ്പമില്ല, ഞാൻ കാണാൻ പറ്റാ. നമ്മളിത് പഞ്ചായത്തിലെ ആദ്യത്തെ BMW ആണ്, ഏക BMW സത്യമാഷ്ടമാണ്. നിങ്ങൾ ചോദിച്ചില്ലേ ഒരു കാലത്ത് തായ്ലൻഡിൽ പോയിട്ട് എന്ത് കാര്യം? തായ്ലൻഡ് വേണ്ടി തയ്യാറെടുത്തുകൊണ്ട് മാത്രമാണ് എനിക്ക് ടീമിനെ പെട്ടു.